ഇവിടെ ഒരുത്തൻ യെല്ലോ കളർ ബട്ടണിലേക്ക് ബോൾ എറിഞ്ഞു കൊള്ളിച്ചാൽ കൂട്ടിലുള്ളവൻ വെള്ളത്തിലേക്ക് വീണു പോകും. എന്നാൽ ഈ ഗെയിമിൽ അവനെ കൊണ്ട് അത് കറക്റ്റ് എറിഞ്ഞു കൊള്ളിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടതും കൂട്ടിലുള്ളവനും ഇന്നെന്താടാ താനൊന്നും കഴിച്ചില്ലേ, കുറച്ചുകൂടെ തിന്നോടെ തടിയാ, അങ്ങനെങ്കിലും കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കി. ഇത് കേട്ടതും ദേഷ്യം വന്ന അയാളും വീണ്ടും ബോൾ എടുത്തെറിഞ്ഞു. അപ്പോൾ അത് മിസ്സായി. ഇത് കണ്ടതും അകത്തുള്ളവനെ നല്ലോണം കളിയാക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന അയാളുടെ മകളും ആ ബോൾ വാങ്ങി ഞാൻ എറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ അച്ഛനും കൊടുത്തു. ഈ കൊച്ചൊക്കെയാണോ എന്നെ എറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴ്ത്താൻ പോകുന്നത്? കുട്ടി ഒറ്റ എയറിൽ തന്നെ ആ ബട്ടണിൽ കൊള്ളിച്ചു. അവനും വെള്ളത്തിലേക്ക് വീണു. അവൻ ഇതെന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞു. എന്നാൽ അവളും നിർത്താതെ ബോൾ വാങ്ങി കൊള്ളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവനും വീണ്ടും വീണ്ടും വെള്ളത്തിൽ വീണുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് അവനും മതി മോളെ, വേറെ ആർക്കെങ്കിലും ചാൻസ് കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ചുറ്റിലുള്ളവരും നീ തന്നെ എറിഞ്ഞോ എന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അവളും വീണ്ടും കറക്റ്റ് എറിഞ്ഞ് അവനെ വെള്ളത്തിലേക്ക് ഇട്ടു. ഇവളുടെ അച്ഛനെ കളിയാക്കിയതിൽ ഇവൾ റിവഞ്ച് എടുത്തു. എല്ലാം എറിഞ്ഞ് കറക്റ്റ് കൊള്ളിച്ച അവളുടെ അച്ഛൻ അവളെ ബേസ്ബോൾ ടീമിൽ ചേർക്കാൻ പറഞ്ഞു. അതിനുശേഷം അവൾ നല്ലോണം ബേസ്ബോൾ കളിക്കാൻ പഠിച്ചു.